ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപ് തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ ഒരു മരക്കുരിശ് ഉയർത്തപ്പെട്ടു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി അതിന്മേൽ ഒരു വ്യക്തി കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശിരസിന്മീതെ ഒരു മേലെഴുത്തും, നസറയനായ യേശു, യഹൂദന്മാരുടെ രാജാവ്. യേശുക്രിസ്തു സ്വന്തത്തിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. ഗെത്സമന തോട്ടത്തിൽ വച്ച് യേശുക്രിസ്തു റോമൻ പടയാളികളാൽ ബന്ധിതനായി. ഒറ്റ രാത്രി കൊണ്ട് 6 കോടതികൾ അദ്ദേഹത്തെ മാറി മാറി വിസ്തരിച്ചു. അവസാനം ജനങ്ങളുടെ പ്രേരണയ്ക്ക് വഴങ്ങി റോമൻ ഗവർണറായിരുന്ന പീലാത്തോസ് യേശുക്രിസ്തുവിനെ നീചമായ ക്രൂശ് മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെയും അവിടുന്ന് ആക്കപ്പെട്ടു. ഒരു നിമിഷം ആ കാൽവറി ക്രൂശിലേക്ക് നമ്മുടെ കണ്ണുകളെ ഒന്ന് ഉയർത്താം. ആ ശിരസ് മുൾക്കിരീടം വെച്ച് ആഞ്ഞ് അടിക്കപ്പെട്ടിട്ടുണ്ട്. ആ മുഖത്ത് നിന്ന് രോമം പിഴുത് എറിയപ്പെട്ടിരിക്കുന്നു. ആ കൈകൾ കാരിരുമ്പാണിയാൽ തുളയ്ക്കപ്പെട്ടിരിക്കുന്നു. പുറം ഉഴവുചാലുകൾ പോലെ നീളത്തിൽ കീറുകയും വിലാപ്പുറം കുന്തത്താൽ കുത്തി തുളയ്ക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. പാദങ്ങളും പാനി സമാനം ആയിരിക്കുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ദേഹമാസകലം രക്താഭിഷിക്തനായിട്ട് ഒരു മാംസപിണ്ഡം കണക്കെ ലോകരക്ഷിതാവായ യേശുക്രിസ്തു ആ ക്രൂശിന്മേൽ കിടക്കുന്നു. എന്തിനു വേണ്ടി? മകനെ നിന്നെ മാന്യനാക്കുവാൻ, മകളെ നിന്നെ മാന്യയാക്കുവാൻ യേശുക്രിസ്തു ഈ കഷ്ടപ്പാടുകൾ എല്ലാം നിനക്കായിട്ട് സഹിച്ചു. നാം ആയിരുന്നു ഈ വലിയ ശിക്ഷ ഏറ്റെടുക്കേണ്ടത്. നാം ആയിരുന്നു ഈ വലിയ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടത്. എന്നാൽ യേശുക്രിസ്തു അതെല്ലാം നമുക്ക് വേണ്ടി സഹിച്ചു. കണ്ടാൽ ആളറിയാത്തവനെ പോലെ നമുക്ക് വേണ്ടി ആയിത്തീർന്നു. ഈ ദൃശ്യങ്ങൾ ഉൾക്കൊണ്ട ഗാനരചയിതാവിൻ്റെ തൂലികയിൽ നിന്നും ആ വരികൾ പിറന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവ് ചാൽപോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. എന്നെ സ്നേഹിച്ചപ്പോൾ, നിന്നെ സ്നേഹിച്ചപ്പോൾ യേശുക്രിസ്തു ഈ വണ്ണം ആയിത്തീർന്നു. ഈ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നിനക്ക് രക്ഷ പ്രാപിക്കുവാനായിട്ട് സാധിക്കും. കാരണം ഈ യേശുക്രിസ്തു അത്രയും വേഗം മടങ്ങി വരുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ മുഖം സൂര്യൻ്റെ ശോഭ പോലെ പ്രഭാപൂരിതമായിരിക്കും. കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. കണ്ടാലോ ആളറിയുകില്ല, ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകനേ, നീ മാന്യനായിടുവാൻ. മകളേ മകളേ, നീ മാന്യയായിടുവാൻ. കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കര
മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ? മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയരുവാനല്ലയോ? ചുടുചോരത്തുള്ളിയായി വീഴുന്നു, നിൻ പാപം പോക്കുവാനല്ലയോ? മുള്ളുകൾ ശിരസിൽ ആഴ്ന്നതും നിൻ ശിരസ്സുയരുവാനല്ലയോ? മകനേ മകനേ നീ മാന്യനായിടുവാൻ, മകളേ മകളേ നീ മാന്യയായിടുവാൻ, കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു, കാൽകരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ? മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ? കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ? മാർവിടമാഴമായി മുറിഞ്ഞതും സൗഖ്യം നിനക്കേകാനല്ലയോ? മകനേ മകനേ നീ മാന്യനായിടുവാൻ, മകളേ മകളേ നീ മാന്യയായിടുവാൻ,
നിനക്കായി തകർന്നിടുന്നു. മകളെ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. പത്മോസിൽ യോഹന്നാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാലത്രേ. ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു, പെരുവെള്ളം ഈരച്ചിൽ പോലാകുന്നു. പത്മോസിൽ യോഹന്നാൻ കണ്ടതോ സൂര്യനേക്കാൾ ശോഭയാലത്രേ. ആ ശബ്ദം ഞാനിതാ കേൾക്കുന്നു, പെരുവെള്ളം ഈരച്ചിൽ പോലാകുന്നു. ആദ്യനും അന്ത്യനും ജീവനുമായവനേ, ആദ്യനും അന്ത്യനും ജീവനുമായവനേ, ആദ്യനും അന്ത്യനും ജീവനുമായവനേ. തൻ്റെ അരികിലേക്ക് വരുന്ന യേശുക്രിസ്തുവിനെ കണ്ടിട്ട് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ സ്നാപകൻ ആരെക്കുറിച്ച് ഈ സാക്ഷ്യം പറഞ്ഞുവോ, ആ യേശുക്രിസ്തു എനിക്കും നിങ്ങൾക്കുമായിട്ട് കാൽവറിയിലെ ക്രൂശിന്മേൽ ഒരു യാഗമായിട്ട് മാറി. ആദാം മുതൽ ഇനിയും ഭൂമിയിൽ ജനിക്കുവാൻ പോകുന്ന അവസാന മനുഷ്യൻ വരെ സകലരുടെയും പാപം യേശുക്രിസ്തു സ്വന്തം തോളിൽ ഏറ്റെടുത്തു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടായ യേശുക്രിസ്തു മുകളിൽ ആകാശത്തിനും താഴെ ഭൂമിക്കും മധ്യേ കാൽവറി ക്രൂശിന്മേൽ 3 ആണികളാൽ തൂക്കപ്പെട്ടു. ഇതിൻ്റെ പിന്നിലുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമാണ്. ദൈവം എന്നെ സ്നേഹിച്ചപ്പോൾ, ദൈവം നിന്നെ സ്നേഹിച്ചപ്പോൾ, ദൈവം നമ്മെ സ്നേഹിച്ചപ്പോൾ സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നു. ഈ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അൾത്താരയിൽ പ്രതിഷ്ഠിക്കുക. ഈ യേശുക്രിസ്തുവിന് നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ ഒന്നാമത്തെ സ്ഥാനം നൽകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം അത് അനുഗ്രഹപൂർണമായിട്ട് തീരും. വീണ്ടും ആ കാൽവറിയിലേക്ക് നോക്കുക. യേശുക്രിസ്തു നിങ്ങൾക്കായിട്ട് പാടുപെടുന്നു. കണ്ടാലും കാൽവറിയിൽ. ചാഞ്ഞു പരൻ കണ്ടിടുക പ്രിയ
വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. വേദനയാൽ ഏറ്റം വലഞ്ഞവനായി തൻ ജീവനെ വെടിയുന്നു സ്വയം നിനക്കായി. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസ്സതും ചാഞ്ഞു പരൻ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കളങ്കമില്ല ദൈവ കുഞ്ഞാടിതാ. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കളങ്കമില്ല ദൈവ കുഞ്ഞാടിതാ. ലോകത്തിൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് വാനിനും ഭൂവിനും മധ്യേ തൂങ്ങിടുന്നു. ലോകത്തിൻ പാപങ്ങൾ ചുമന്നുകൊണ്ട് വാനിനും ഭൂവിനും മധ്യേ തൂങ്ങിടുന്നു. കണ്ടാലും കാൽവരിയിൽ കുരിശിൽ ശിരസ്സതും ചാഞ്ഞു പരൻ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. കണ്ടിടുക പ്രിയനേ നിനക്കായി തൂങ്ങിടുന്നു മൂന്നാണികളിൽ. എന്തുകൊണ്ടാണ് മനുഷ്യൻ മരിക്കുന്നത്? ജനിച്ചുപോയി എന്നുള്ള കാരണത്താൽ ആകാം അതെന്നായിരിക്കാം പൊതുവായ ഉത്തരം. എന്നാൽ മരണത്തെ ഒരു ദൗത്യമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ആ ദൗത്യ നിർവഹണത്തിനു വേണ്ടി അവനിയിൽ അവതരിച്ച ഒരു വ്യക്തിപ്രഭാവമുണ്ട്. അവിടുന്നാണ് കർത്താവായ യേശുക്രിസ്തു. 33.5 വർഷക്കാലം ആ പുണ്യമായ പാദസ്പർശം ഏറ്റ് അവനി ധന്യമായി തീർന്നു. എന്നാൽ അവിടുന്ന് റോമൻ പടയാളികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും നീചമായ ക്രൂശ് മരണം ഏറ്റെടുക്കുകയും ചെയ്തു. ചരിത്രം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീചമായ ഒരു മരണം. ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായിട്ട് വിഭാഗിച്ചുകൊണ്ട് കാലചക്രത്തിൻ്റെ നടുവിൽ അവനിയിലേക്ക് അവതരിച്ച ഈ യേശുക്രിസ്തു ഇത്ര നീചമായ മരണം ഏറ്റെടുത്തെന്നുള്ളത് അത്ഭുതാവഹമായ ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു കൊലപാതക മരണം ആയിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു രക്തസാക്ഷി മരണവും ആയിരുന്നില്ല. മറിച്ച് യേശുക്രിസ്തുവിൻ്റെ മരണം അതൊരു യാഗമരണം ആയിരുന്നു. അതുകൊണ്ട് ഗാനരചയിതാവ് ഇങ്ങനെ എഴുതി: കാൽവറി കുന്നിൽ നാഥൻ യാഗമായി മാറി. ആ മരക്കുരിശും ഏറി യേശുക്രിസ്തു ഗോൽഗോഥ മലയിലേക്ക് നടന്നു. അവിടെ 2 കള്ളന്മാരുടെ നടുവിൽ, മുകളിൽ ആകാശത്തിനും താഴെ ഭൂമിക്കും മധ്യേ, ലോകരക്ഷിതാവായ യേശുക്രിസ്തു ക്രൂശ് മരണം കൈവരിച്ചു. ആർക്കു വേണ്ടിയായിരുന്നു അത്? എന്നെ ഓർത്തപ്പോൾ, നിങ്ങളെ ഓർത്തപ്പോൾ, എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി. ഈ യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു എങ്കിൽ, ഈ യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടുനായകത്വം ഏൽപ്പിച്ചു കൊടുക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതവും ധന്യമായി തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ അന്തരാത്മാവിൽ നിന്ന് ഈ പ്രാർത്ഥനാ വാചകങ്ങൾ ഉയരട്ടെ. കരം ഉയരുന്നേ, നാഥ കരളലിയണമേ, നാഥ കനിവ് തോന്നണമേ, നാഥ ദയ തോന്നണമേ. നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ഈ യേശുക്രിസ്തുവിന് 10 മടങ്ങ് സ്നേഹം മടക്കി നൽകി നമുക്ക് അവിടുത്തെ ആദരിക്കാം. കാൽവറി കുന്നിൽ നാഥൻ യാഗമായി മാറി.
മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസറകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസറകളിൽ എന്നും വാഴുവാനായി മരക്കുരിശുമായി നാഥൻ മലമുകളേറി മനസറകളിൽ എന്നും വാഴുവാനായി കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ കരമുയരുന്നേ നാഥ കറകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവു തോന്നണമേ കരമുയരുന്നേ നാഥ കറകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവു തോന്നണമേ കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ കാൽവരിക്കുന്നിൽ
ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു, കണ്ടാലോ ആളറിയുകില്ല. ഉഴവു ചാൽ പോൽ മുറിഞ്ഞിടുന്നു, കണ്ടാലോ മുഖശോഭയില്ല. ചോരയാൽ നീ